വൈജ്ഞാനിക സമൂഹ സൃഷ്ടി ലക്ഷ്യമിടുന്ന പദ്ധതികളുമായി MG സർവകലാശാല ബജറ്റ്. സർവകലാശാലയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് സിൻഡിക്കേറ്റ് യോഗത്തിലാണ് അവതരിപ്പിച്ചത്. 715.18 കോടി രൂപ വരവും 746.42 കോടി രൂപ ചെലവും 31.24 കോടി രൂപ റവന്യൂ കമ്മിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. MG സർവകലാശാലയിൽ 715.18 കോടി രൂപയുടെ ബജറ്റ് പാസാക്കി. 746.42 കോടി രൂപ ചെലവും 31.24 കോടി രൂപ റവന്യൂ കമ്മിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പഠന ഗവേഷണ കേന്ദ്രം, തിരുവല്ലയിൽ മാർ ക്രിസോസ്റ്റം അന്താരാഷ്ട്ര സാറ്റലൈറ്റ് ക്യാമ്പസ്, ഏറ്റുമാനൂരിൽ അക്കാദമിക് സിറ്റിയും സയൻസ് പാർക്ക് എന്നിവ ബജറ്റിൽ പ്രഖ്യാപിച്ചു. 10 പുതിയ പഠന വകുപ്പുകൾ, സമ്പൂർണ്ണ സോളാർ ക്യാമ്പസ് പദ്ധതി എന്നിവയും ബജറ്റിലുണ്ട്. സിൻഡിക്കേറ്റ് യോഗത്തിൽ ധനകാര്യ ഉപസമിതി കൺവീനർ ഡോക്ടർ ബിജു തോമസ് ആണ് ബജറ്റ് അവതരിപ്പിച്ചത്. യൂണിവേഴ്സിറ്റികൾ തമ്മിലും കോളേജുകൾ തമ്മിലും വലിയ മത്സരങ്ങൾ നടക്കുകയാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു മത്സരം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആണ് ഈ ബജറ്റ് അവതരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസരണമായിട്ടുള്ളൊരു ബജറ്റായിട്ടാണ് ഇതിനെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ബജറ്റിൽ 715.18 കോടി രൂപ വരവും 746.42 കോടി രൂപ ചെലവും, അതുകൊണ്ട് തന്നെ 31.24 കോടി രൂപ കമ്മിയും കാണിക്കുന്ന ഒരു ബജറ്റായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ സമ്പത്തായ വിജ്ഞാനത്തെ സമൂഹത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ബജറ്റിൽ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ മുൻവർഷങ്ങളിലേക്കാൾ അധികമായി ചിലവ് ചുരുക്കലിന് ഊന്നൽ നൽകുന്നുണ്ടെന്ന് ഡോക്ടർ ബീന മാത്യു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ജോബ് മൈക്കിൾ MLA, റെജി സക്കറിയ, P. ഹരികൃഷ്ണൻ, ഡോക്ടർ നന്ദകുമാർ കളരിക്കൽ, രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ K. ജയചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോട്ടയം.